മലബാറിലെ ആദ്യ വനിതാ കോളേജായ സെന്റ് മേരീസ് കോളേജ് തൃശൂർ 1946 തൃശൂരിന്റെ ഹൃദയഭാഗത്ത് CMC സന്യാസിനി സമൂഹം സ്ത്രീകളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിച്ചു. 78 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം സ്വായത്തമാക്കിയ സെന്റ് മേരീസ് കോളേജ് തൃശൂർ ഓട്ടോണമസ് 2024-25 UG അഡ്മിഷൻ പ്രോസസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. UG അഡ്മിഷൻ ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായി ആദ്യം സെന്റ് മേരീസ് കോളേജ് തൃശൂരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.stmaryscollegethrissur.edu.in എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ അഡ്മിഷൻ ഓപ്പൺ എന്ന് കാണുന്ന പോപ്പപ്പ് വിൻഡോയിലെ അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന ഓപ്ഷൻസ് തന്നിട്ടുള്ള മറ്റൊരു വിൻഡോയിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ നിന്നും രജിസ്റ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര്, ജെൻഡർ, മെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് കാണുന്നതായിരിക്കും. അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ പേര് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ അതേ സ്പെല്ലിംഗ് ആൻഡ് ഇനീഷ്യൽസ് ബ്ലോക്ക് ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എൻ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം മെയിൽ അഡ്രസ് ആൻഡ് കോൺടാക്റ്റ് നമ്പർ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും നിങ്ങളിവിടെ നൽകിയിരിക്കുന്ന മെയിൽ അഡ്രസ്സിലേക്കും കോൺടാക്റ്റ് നമ്പറിലേക്കുമായിരിക്കും സാധ്യമാവുക. അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ അഡ്മിഷൻ ഫോമിലും ചേർക്കുക. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. നൽകിയിരിക്കുന്ന മെയിൽ IDയിലേക്കും മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് 6 അക്ക പാസ്വേഡ് ലഭ്യമാകുന്നു. അതിനുശേഷം ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർ നെയിമായി നിങ്ങൾ നൽകിയ മെയിൽ ID എൻ്റർ ചെയ്യുക. ലഭ്യമായ 6 അക്ക പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് തന്നിരിക്കുന്ന ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു കാണാം. അതിൽ 2 ഓപ്ഷൻസ് കാണാം. ആദ്യത്തേത് ആപ്ലിക്കേഷൻ ഫോർ UG പ്രോഗ്രാം 2024-25, മറ്റൊന്ന് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫോർ UG പ്രോഗ്രാം 2024-25. തന്നിരിക്കുന്ന 2 ഓപ്ഷനുകളിൽ ആപ്ലിക്കേഷൻ ഫോർ UG പ്രോഗ്രാം 2024-25 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോർ UG പ്രോഗ്രാം സിലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കി ഏറ്റവും അവസാനം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ ആദ്യമായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ് നെയിമായി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ പേര് അവിടെ കാണുന്നതായിരിക്കും. അതിനുശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 40 KB ഫയൽ സൈസിന് താഴെയുള്ള ഫോട്ടോസ് മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുവാനായി സാധ്യമാവുകയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ബ്ലഡ് ഗ്രൂപ്പ്, റിലീജിയൻ ആൻഡ് കാസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നിങ്ങളുടെ ഹൗസ് നെയിം, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, പിൻകോഡ്, നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ IDയും ഫോൺ നമ്പറും അവിടെ കാണുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. റിസർവേഷന് യോഗ്യതയുള്ള സ്റ്റുഡൻസ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നും നിങ്ങളുടെ കാറ്റഗറി കൃത്യമായി സിലക്ട് ചെയ്യുക. അതിനുശേഷം പോവർട്ടി ലൈൻ നിങ്ങൾ APL അല്ലെങ്കിൽ BPL ആണോ എന്നുള്ളത് നോക്കി എൻ്റർ ചെയ്യുക. നിങ്ങളുടെ റിസൈഡിങ് ഏരിയ ഏതാണെന്ന്, റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് നിങ്ങളവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി റിക്വയർഡ് ആണെങ്കിൽ അതിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് നിങ്ങൾ സിലക്ട് ചെയ്യുക. അതിനുശേഷം നെയിം ഓഫ് ഫാദർ, ദെൻ നെയിം ഓഫ് മദർ, അതുപോലെ തന്നെ ആനുവൽ ഇൻകം എത്രയാണ് വരുന്നതെന്ന് നിങ്ങളവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി ഗാർഡിയൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ പാരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയനുമായുള്ള റിലേഷൻ എന്താണ്, പാരൻറ്റിൻ്റെ ഒക്യുപ്പേഷൻ എന്താണ്, അതുപോലെ തന്നെ പാരൻറ്റിൻ്റെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അടുത്തതായി നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അവിടെ ബാങ്ക് നെയിം എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ അക്കൗണ്ട് ഹോൾഡർ നെയിം എൻ്റർ ചെയ്യുക, അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, IFS കോഡ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ ബ്രാഞ്ച് നെയിം എൻ്റർ ചെയ്യുക. ഇതിൽ ജനറൽ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് 250 രൂപയും SC/ST സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് 125 രൂപയുമാണ്. താഴെ കോളേജിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിനും താഴെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ അവിടെ ഓൺലൈനായി പേ ചെയ്യേണ്ടതാണ്. ഓപ്പണായി വരുന്ന പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള വിൻഡോയിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കൃത്യമായി കാറ്റഗറി നോക്കി അതിനാവശ്യമായി വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് എൻ്റർ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് നെക്സ്റ്റ് എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം അത് വെരിഫൈ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് റെസീറ്റിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ റെസീറ്റിൻ്റെ സോഫ്റ്റ് കോപ്പിയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. ബാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റിന് ശേഷം അടുത്തതായി വരുന്ന ഓപ്ഷനാണ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആൻഡ് മാർക്ക് എൻട്രി. ഇവിടെ SSLC ഇയർ ഓഫ് പാസ്, SSLC രജിസ്റ്റർ നമ്പർ, +2 ഡീറ്റെയിൽസ് ആണ് ഇനി അടുത്തതായി നൽകേണ്ടത്. ഇവിടെ നിങ്ങൾ ഹയർ സെക്കൻഡറി ചെയ്ത സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്റ്റാർട്ടിംഗ് ഇയർ ഓഫ് സ്റ്റഡി, ഹയർ സെക്കൻഡറി എൻഡിങ് ഇയർ ഓഫ് സ്റ്റഡി, ഹയർ സെക്കൻഡറി ഇയർ ഓഫ് പാസ്, ഹയർ സെക്കൻഡറി മന്ത് ഓഫ് പാസ്, അതുപോലെ തന്നെ എത്ര ചാൻസുകൾ നിങ്ങൾ ഈ ഒരു HSS എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാനായി എടുത്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഏത് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറിയിലാണ് പഠിച്ചിട്ടുള്ളത് എന്നത് മെൻഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ട്രീമിൽ നിങ്ങൾ ഏതെല്ലാം സബ്ജക്ട്സ് ആണ് പഠിച്ചിട്ടുള്ളത് എന്നത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് സിലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ 12th മാർക്ക് എൻട്രിയാണ് നിങ്ങൾക്ക് കാണാനായി സാധിക്കുക. അവിടെ നിങ്ങൾക്ക് ബോണസ് മാർക്കായി ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അതിൻ്റെ ബോണസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ NCC, NSS, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അതിനോടനുബന്ധിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്കതിൻ്റെ ബോണസ് മാർക്ക് നിങ്ങൾക്കവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആൻഡ് മാർക്ക് എൻട്രിക്ക് ശേഷം അടുത്തതായി വരുന്ന പ്രൊസീജിയർ നിങ്ങളുടെ കോഴ്സ് പ്രിഫറൻസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ ചോയ്സുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻ ടോട്ടൽ 6 ചോയ്സുകളാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സസ് ഓരോ ചോയ്സുകളിലായി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് പ്രിഫറൻസ് ആണ്. ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ് എന്നീ 3 സെക്കൻഡ് ലാംഗ്വേജസ് ആണ് നമുക്കിവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ സാൻസ്ക്രിറ്റ് റെഗുലർ കോഴ്സുകൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തതാണോ അല്ലയോ എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തതുകൊണ്ട് യെസ് എന്ന് കൊടുത്ത് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. കോഴ്സ് പ്രിഫറൻസിന് ശേഷം വരുന്ന ഓപ്ഷനാണ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ്. ഇവിടെ നിങ്ങളുടെ SSLC മാർക്ക് ഷീറ്റ്, +2 മാർക്ക് ഷീറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മെൻ, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, NSS സർട്ടിഫിക്കറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് റെസീറ്റ് അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഇതിൽ SSLC മാർക്ക് ഷീറ്റ്, +2 മാർക്ക് ഷീറ്റ്, ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നീ 3 ഓപ്ഷനുകൾ മാൻഡേറ്ററി ആയി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിൽ +2 മാർക്ക് ഷീറ്റ് കമ്പ്യൂട്ടർ കോപ്പി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബോണസ് മാർക്കിനും ഗ്രേസ് മാർക്കിനും നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഏതാണോ ഓപ്ഷൻ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
NCC, NSS, സ്പോർട്സ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നീ ഓപ്ഷനുകൾ നോക്കി നിങ്ങൾ അതത് സർട്ടിഫിക്കറ്റ്സ് കൃത്യമായി അപ്ലോഡ് ചെയ്യുക. ഇവയെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഫൈനൽ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീഡിറക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ആപ്ലിക്കേഷൻ എന്ന വിൻഡോയിൽ എത്തുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വലത്തേ അറ്റത്ത് കാണുന്ന പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് പ്രിൻ്റ് എടുത്ത് ഫിൽ ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് മാത്രം സർട്ടിഫിക്കറ്റ് ഫ്രം ദ പാരിഷ് എന്ന ഓപ്ഷൻ ഫിൽ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരേണ്ടതായിട്ടുള്ളൂ. മാനേജ്മെൻറ്റ് കോട്ട അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് UG ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മാനേജ്മെൻറ്റ് കോട്ട അപ്ലൈ ചെയ്യുക. മാനേജ്മെൻറ്റ് കോട്ട അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫോർ UG പ്രോഗ്രാം 2024-25 ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രസ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. അതിനുശേഷം റെക്കമെൻഡിംഗ് പേഴ്സൺ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഫീൽഡ്സ് നിങ്ങൾക്ക് കാണാം. മിനിമം ഒരു റെക്കമെൻഡിംഗ് പേഴ്സണെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്. 3 പേരെ വരെ റെക്കമെൻഡിംഗ് പേഴ്സണായി ആഡ് ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീ ആയ 200 rupees നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് വിൻഡോയിൽ കാണുന്ന റീഡിറക്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ആപ്ലിക്കേഷനിൽ എത്തിച്ചേരുന്നു. അതിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിനായി പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുത്തതിന് ശേഷം സിഗ്നേച്ചർ ഓഫ് റെക്കമെൻഡിംഗ് പേഴ്സൺ വാങ്ങിച്ചതിന് ശേഷം മൈ ആപ്ലിക്കേഷനിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സൈൻഡ് മാനേജ്മെൻറ്റ് ഫോം എന്ന ഓപ്ഷനിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതോടെ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു.